ഹലോ ഫ്രണ്ട്സ്, അകലെ ലേറ്റസ്റ്റ് റിവ്യൂ. രാജു, ഇതിൽ സംശയിക്കേണ്ട കാര്യമേ ഇല്ല. ഇതെന്റെ അമ്മായിയും ആ കള്ളൻ ദീപക്കും ചേർന്ന് ഒപ്പിച്ച പണിയാണ്. മനഃപൂർവ്വം രാജുവിനെ കള്ളനാക്കാൻ വേണ്ടി. അയ്യോ റിതിയ മേഡം, ഞാനിനി എന്ത് ചെയ്യും? പർമ്മസാറിൻ്റെ അടുത്ത് ഞാൻ എന്തു പറയും? ആലോചിച്ചിട്ട് എനിക്കൊരു എത്തും പിടിയും കിട്ടുന്നില്ല മേഡം. എൻ്റെ തലയാകെ കറങ്ങുന്ന പോലെ തോന്നുന്നു. ദൈവമേ, ഞാൻ എന്ത് ചെയ്യും ഇനി? അഴിമതിരഹിതമായ ഒരു ഗവൺമെൻറ്റിൻ്റെ ഭാഗമായത് തന്നെ പർമ്മസാറിൻ്റെ ഒരു ഭാഗ്യം തന്നെയാണ്. അത് നിങ്ങൾ പറഞ്ഞത് 100% ശരി തന്നെയാണ്. സാറിൻ്റെ ശത്രുക്കൾക്ക് പോലും സാറിനെക്കുറിച്ച് മോശമായിട്ടൊരു അഭിപ്രായം പറയാൻ പറ്റില്ല. അങ്ങനെയൊക്കെ വന്നിരിക്കുന്ന ആ രാഷ്ട്രീയ പ്രവർത്തകരൊക്കെ ഇങ്ങനെ സംസാരിക്കുവാണ്. പ്രതാപൻ പറയുക, ഏതൊക്കെ ശത്രുക്കൾ എന്തൊക്കെ പറഞ്ഞാലും എനിക്ക് പതറേണ്ട കാര്യമില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ, എൻ്റെ ജീവിതത്തിൽ ഞാൻ എൻ്റെ മനസാക്ഷി പറയുന്ന അനുസരിച്ചാണ് ജീവിക്കുന്നത്. പ്രതാപനും വന്നവരുമൊക്കെ ഇങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറയുന്നുണ്ടെങ്കിലും അംബികയും മകനും രാജു പൈസ എടുക്കാൻ പോയിട്ട് വരുമ്പോഴുള്ള രംഗമാണ് ഓർക്കുന്നത്. പ്രതാപൻ ഈ വന്നിരിക്കുന്നവരുടെ മുന്നിൽ വെച്ച് തന്നെ രാജുവിനെ ആക്ഷേപിച്ച് അടിച്ച് പുറത്തിറക്കുന്ന ആ കാഴ്ച കാണാൻ വേണ്ടി അമ്മയും മകനും ഇങ്ങനെ ആകാംക്ഷയോടെ കാത്തു നിൽക്കുവാണ്. വളരെ സങ്കടത്തോടെ രാജു ആ പൈസ വെച്ചിരുന്ന ബോക്സും ഒക്കെ പിടിച്ചോണ്ട് ഹൃതികയുമായി മുകളിൽ നിന്ന് ഇറങ്ങി വരുന്നുണ്ട്. അംബികയും ദീപക്കും കണ്ണോട് കണ്ടു നോക്കി ഇങ്ങനെ പുഞ്ചിരിക്കുവാണ്. വാടാ മോനെ രാജു, ഇപ്പം ശരിയാക്കി തരാടാ എന്നുള്ള ഭാവത്തിലാണ് അംബികയുടെ ഒരു ചിരി. പ്രതാപൻ രാജുവിനോട് പറയുന്നത്, രാജു ആ പണം നാണ്ട അവരുടെ കയ്യിലോട്ട് കൊടുത്തേക്ക്. രാജു ഇങ്ങനെ സങ്കടത്തോടെ വിക്കി പറയുവാണ്, അത് സാറേ, അതൊന്നും കുഴപ്പമില്ല രാജു, നീ തന്നെ അങ്ങ് കൊടുത്താൽ മതി, അങ്ങോട്ട് കൊടുത്തേരേ. അംബിക ചിരിച്ചോണ്ട് മോനോട് പറയുന്നുണ്ട്, എടാ മോനെ, കരിങ്കള്ളൻ രാജു ഇപ്പം അടിയും വാങ്ങിച്ച് പുറത്തോട്ട് പോകുന്നത് നമുക്ക് കാണാം. രാജുവിൻ്റെ മനസ്സിലും സംശയമുണ്ട്, അംബികയും ദീപക്കും ചേർന്നുള്ള മോഷണമായിരിക്കും ഇത്. രാജു ഇങ്ങനെ ദീപക്കിനെ നോക്കുമ്പോൾ ദീപക് ഒരാക്കിയുള്ളൊരു ചിരി പോലെ കാണിക്കുന്നുണ്ട്. വെച്ചിട്ടുണ്ടടാ ഞാൻ നിനക്ക് പണി എന്നുള്ള ഭാവത്തിൽ. ദീപക്ക് മനസ്സിൽ പറയുക, എടാ അമ്മാവൻ നിൻ്റെ കർണക്കുറ്റി അടിച്ച് പോയിക്കുന്ന കാഴ്ച എനിക്കിന്നൊന്ന് കാണണവിടാ. പ്രതാപൻ രാജുവിനോട് പൈസ കൊടുക്കാൻ പറഞ്ഞിട്ടും രാജു ഇങ്ങനെ കൊടുക്കാനിങ്ങനെ വിഷമിച്ച് നിൽക്കുവാണ്. അത് കണ്ടിട്ട് ശേഖരനും യാമിനിക്കും പ്രതാപനും ഒരു വിഷമം. എന്താ രാജു നീ ഇങ്ങനെ വിഷമിച്ച് നിൽക്കുന്നത്? ആ പൈസ അങ്ങോട്ടും കൊടുത്തേരേ. ഒന്നും അറിയാത്ത പോലെ അംബിക ചോദിക്കുന്നു, എന്താ രാജു പ്രശ്നം? രാജുവിൻ്റെ മുഖത്തെ വിഷമം കണ്ടിട്ട് പ്രതാപൻ പറയുന്നു, നീ എന്തിനാ ഇങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? എന്തോ പന്തികേടുണ്ടായിട്ടുണ്ടല്ലോ എന്ന് ശേഖരനും പ്രതാപനും തോന്നുന്നുണ്ട്. രാജു ഉടനെ പ്രതാപൻ്റെ ചെവിയിൽ അത് പറയുവാണെന്ന് തോന്നുന്നു. പെട്ടെന്ന് പ്രതാപൻ ചോദിക്കുന്നു, കുറവോ? അത് കേൾക്കുമ്പോൾ അംബികയും മോനും അങ്ങ് സന്തോഷിക്കുന്നുണ്ട്. നീ എന്താ രാജു ഈ പറയുന്നത് എന്ന് പ്രതാപൻ ചോദിക്കുന്നെങ്കിലും പ്രതാപൻ്റെ മനസ്സിൽ ഒരു സംശയം, ഇതൊരിക്കലും രാജു അല്ല, ആരോ ഇവന് പണി കൊടുത്തതാണെന്ന്. ഒന്നും അറിയാത്ത പോലെ അംബിക ചോദിക്കുന്നു, എന്താ പ്രതാപ അവൻ പറഞ്ഞത്? പ്രതാപനും ആരും ഒന്നും മിണ്ടാതെ ആകെ ഒരു മൂകത. അംബിക മനസ്സിൽ പറയുക, കാശ് ഇവൻ മോഷ്ടിച്ചതാണെന്ന് ഇവരുടെ മുന്നിൽ തന്നെ പറയണം, എന്നാലേ പബ്ലിക്കായിട്ട് ഇവനെ നാണം കെടുത്തി ഇവിടുന്ന് പുറത്താക്കാൻ പറ്റത്തുള്ളൂ. പ്രതാപനൊന്നും മിണ്ടാതിരിക്കുന്ന കണ്ടുകൊണ്ട് ശേഖറും അംബികയും ചോദിക്കുന്നുണ്ട്, എന്താ ചേട്ടാ കാര്യം? അത് കാര്യങ്ങളൊക്കെ ഞാൻ പിന്നെ പറയാം, തൽക്കാലം ഇപ്പോൾ ഇവരെ വിട്ടേക്കട്ടെ. രാജു, തൽക്കാലം ഈ പൈസ ഇപ്പോൾ അവരുടെ കയ്യിലോട്ട് കൊടുക്ക്. എന്നിട്ട് അവരോട് പറയുന്നത്, ഇതിപ്പോൾ 40 ഉള്ളു, 10 ആവശ്യത്തിന് വേണ്ടി എടുത്ത്, അത് നാളെ രാജു വിഡ്രോ ചെയ്ത് നിങ്ങൾക്ക് കൊണ്ട് തരും. അതിനെന്താ സാറേ, അത് മതി എന്നും പറഞ്ഞ് അവർ സന്തോഷത്തോടെ ആ പൈസ മേടിക്കുന്നുണ്ട്. പക്ഷേ അംബികയുടെ മോൻ്റെ തലയിൽ ഒരു വെള്ളിടി വീണ പോലെ അവരിങ്ങനെ വായുമ്പൊളന്ന് നിൽക്കുക. എന്നാൽ വർമ്മ സാറേ, ഞങ്ങൾ ഇറങ്ങട്ടെ എന്നും പറഞ്ഞ് അവർ സന്തോഷത്തോടെ യാത്ര ചോദിച്ചൊക്കെ പോവാണ്. അംബിക പറയാ, ഛേ, എല്ലാം കളഞ്ഞു കുളിച്ചല്ലോ ഇവന്, പ്രതീക്ഷിച്ച പോലെ ഒന്നും നടന്നില്ലല്ലോ. പ്രതാപൻ അങ്ങനെ ആകെ കൺഫ്യൂഷനില്ല. ആരോടെ ഇപ്പം ചോദിക്കുന്നത്? നല്ലതുപോലെ അറിയാൻ ദീപക്കാണെന്ന്. പക്ഷേ അതിന് തെളിവില്ലല്ലോ, തെളിവില്ലാതെ ഞാൻ എങ്ങനെ ചോദിക്കും എന്ന് വിചാരിച്ചുകൊണ്ടിങ്ങനെ ഇരിക്കുമ്പോൾ അംബിക ചോദിക്കുന്നു, പ്രതാപ നീ എന്തോ ഞങ്ങളിൽ നിന്ന് ഒളിക്കുന്നുണ്ടല്ലോ, എന്താന്ന് വെച്ചാൽ പറമോനെ. അംബികയുടെ ആ വാക്ക് കേട്ടിട്ട് ദേഷ്യം കൊണ്ടാണോ സങ്കടം കൊണ്ടാണോ അതോ ചേച്ചിയോടും മോനോടും പ്രതികരിച്ചിട്ട് കാര്യമില്ലെന്ന് മനസ്സിലാക്കിക്കൊണ്ടാണോ എന്നറിയില്ല. പെട്ടെന്ന് പ്രതാപൻ അങ്ങ് എഴുന്നേറ്റിട്ട് പറയുക, ഈ കുടുംബത്തിൻ്റെ അന്തസ്സ് വെളിയിൽ പോകരുതെന്ന് കരുതിയിട്ടാണ് ഞാൻ അവരുടെ മുന്നിൽ വെച്ചൊന്നും പറയാതിരുന്നത്. അവിടെ നടന്ന കാര്യങ്ങളൊന്നും മനസ്സിലാകാത്തതുകൊണ്ട് ശേഖർ ചോദിക്കുന്നു, എന്താ ചേട്ടാ വിഷയം? രാജു അലമാരയിൽ സൂക്ഷിച്ചിരുന്ന പൈസയിൽ നിന്നും 10 ലക്ഷം രൂപ കാണാനില്ല. അയ്യോ പ്രതാപ, 10 ലക്ഷം രൂപ കാണാനില്ലെന്നോ? എങ്കിലേ ആ പൈസ സൂക്ഷിച്ച ആൾ തന്നെ അതിന് ഉത്തരവാദിത്തം പറയേണ്ടി വരും. അംബിക നാടകം കളിക്കാൻ തുടങ്ങി. രാജു അംബിക ഇങ്ങനെ നോക്കുന്നുണ്ട്. ഇവിടുന്ന് മറ്റാരെടുക്കാനാ പ്രതാപ ആ പൈസ? അതെ, സൂക്ഷിച്ച ആൾ തന്നെ അതങ്ങ് അടിച്ചു മാറ്റി കാണും.
പെരുങ്കള്ളൻ ദീപക്ക് ചോദിക്കുന്നു. അല്ല അമ്മ എന്തോ ഈ പറഞ്ഞു വരുന്നത്? എന്തോന്ന് പ്രത്യേകിച്ച് പറയാനാടാ? കാശെടുത്തത് ഇവൻ തന്നെ, ഈ രാജു തന്നെ, അല്ലാതാരാ? ഋതികയ്ക്കാണെങ്കിൽ അംബികയുടെയും ദീപക്കിനെ കരണത്തിയെന്ന് അടിക്കണമെന്നുണ്ട്. പക്ഷെ പറ്റില്ലല്ലോ. ഋതിക പറയുക രാജു അങ്ങനെ പൈസ മോഷ്ടിക്കില്ലെന്ന് ഇവിടെ ഉള്ള എല്ലാവർക്കും അറിയാം. മുറിക്കകത്തെങ്ങും CCTV ഇല്ലല്ലോ. ഉണ്ടായിരുന്നെങ്കിലേ കാശെടുത്ത ആളെ കയ്യോടെ പിടികൂടായിരുന്നു. പണി പാളുവാണല്ലോ എന്ന് മനസ്സിലാക്കിയ ദീപക്കുടനെ പറയുക, പറഞ്ഞതെനിക്ക് മനസ്സിലായി, എന്നെ ഉദ്ദേശിച്ചാണ്. എന്താണ്ടേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം, ആവശ്യമില്ലാത്ത കാര്യത്തിലേക്കൊന്നും എന്നെ വലിച്ചഴിച്ചേക്കരുത്. എനിക്കാരുടെയും പൈസയൊന്നും വേണ്ട. ഞാൻ അങ്ങനത്തെ വൃത്തികേട് കാണിക്കുന്നവനുമല്ല. ശേഖറിനെ നല്ലതുപോലെ അറിയാം. ഈ പൈസ അടിച്ചു മാറ്റിയത് അമ്മയും മോനും കൂടെ ആണെന്ന്. ശേഖർ ചോദിക്കുക, പിന്നെ ആ കാശ് എവിടെ പോയടാ? ദാണ്ട കുഞ്ഞമ്മാവ, ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞുകൊണ്ട് എൻ്റെ അടുത്തോട്ട് വന്നേക്കരുത് കേട്ടല്ലോ. അംബിക ചോദിക്കുക, ശേഖരൻ എന്തിനാ എൻ്റെ മോൻ്റെ നേരെ വരുന്നത്? ദീപക്ക് കാശെടുക്കുന്നത് എന്താ ശേഖരൻ കണ്ടോ? ദീപക്ക് വീണ്ടും പറയാ, പണം സൂക്ഷിച്ചു വെച്ചിരുന്നതേ രാജുവാണ്. അത് അലമാരിയിലാ സൂക്ഷിച്ചു വെച്ചിരുന്നതും രാജുവാണ്. അപ്പോൾ അതിൻ്റെ കീയും രാജുവിൻ്റെ കയ്യിൽ തന്നെയാണ്. പിന്നെ ആരാണ് ആ പൈസ എടുക്കുന്നത്? അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത്. രാജു വെച്ചിരുന്ന കാശ് എങ്ങനെ ദീപക്കെടുക്കും? വെറുതെ എല്ലാവരും കൂടെ എന്തിനാ എൻ്റെ മോൻ്റെ പുറത്തോട്ട് കയറുന്നത്? ഇവർ പറയുന്നതെല്ലാം കേട്ട് പ്രതാപൻ ഒന്നും മിണ്ടാതെ ഇങ്ങനെ നിൽക്കുവാണ്. അതിലേറെ സങ്കടത്തോടെ കൂടെ രാജു എന്തു പറയണ ഇവരുടെയൊക്കെ മുന്നിൽ. അവൻ്റെ കയ്യിലൊരു തെളിവുമില്ല ദീപക്ക് മോഷ്ടിക്കുന്നുണ്ട്. രാജു മോഷ്ടിച്ചിട്ടുമില്ല. പക്ഷേ ഇത് ഇവരുടെ മുന്നിൽ പറഞ്ഞിട്ട് ഒരു കാര്യമില്ലല്ലോ. ശേഖരൻ പറയുക, ഈ വീട്ടിൽ ഇങ്ങനെയുള്ള കലാപരിപാടികളൊക്കെ ചെയ്യുന്ന ഒരേ ഒരാളെ ഉള്ളൂ ചേച്ചി, ഇവൻ. അതുകൊണ്ടാണ് മോൾ അവനെ സംശയിച്ചത്. ഋതിക മോൾക്ക് മാത്രമല്ല എനിക്കും ഉണ്ടാ ഡൗട്ട്. ദേ പ്രതാപ, ഇവൻ പറയുന്ന മര്യാദകടക്കം നീ കേട്ടല്ലോ. ഇത്രയും നേരം മൗനമായി നിന്ന് ഇതെല്ലാം കേട്ടോണ്ടിരുന്ന പ്രതാപൻ പറയുക, ശേഖര നിർത്തിയേക്ക്, ഇനി ഇതിനെക്കുറിച്ച് ഒന്നും സംസാരിക്കണ്ട. അവർക്ക് കൊടുക്കാനുള്ള ബാക്കി കാശ് രാജു നാളെ ബാങ്കിൽ നിന്നെടുത്ത് കൊടുത്തോളും. ഇത് വളരെ ലജ്ജാവഹമായ ഒരു കാര്യമായി പോയി. ഇനി ഇവിടെ ഈ സബ്ജക്റ്റിനെ കുറിച്ച് ആരും സംസാരിച്ചു പോകരുത്. അങ്ങനെ പറഞ്ഞാൽ എങ്ങനെയാ പ്രതാപ? ചേച്ചി ആ പ്രശ്നം അങ്ങ് വിട്ടേക്ക്. ഞാനല്ലേ പറഞ്ഞത്, അങ്ങനെ പറഞ്ഞാൽ ശരിയാവില്ല. ഇവിടെ കുറ്റാരോപിതനായിരിക്കുന്നത് എൻ്റെ മകനാ. എന്തായാലും ഞാൻ അവനെ പ്രസവിച്ച അമ്മയല്ലയോ, എനിക്കിതൊന്നും സഹിക്കാൻ പറ്റില്ല. ചേച്ചി അതിനാരും ഇവനെ കുറ്റം പറഞ്ഞില്ലല്ലോ. പറഞ്ഞു പ്രതാപ, ശേഖരനും പറഞ്ഞു, ഋതികയും പറഞ്ഞു ദീപക്ക പണം മോഷ്ടിച്ചിരിക്കുന്നെന്ന്. അതുകൊണ്ടേ ഇവിടെ ഒരു മോഷണമാണ് നടന്നിരിക്കുന്നത്. അതുകൊണ്ടേ ഈ 10 ലക്ഷം മോഷ്ടിച്ചവനെ കണ്ടുപിടിച്ചേ മതിയാവും. നിങ്ങളാരും സഹകരിച്ചില്ലെങ്കിലേ ഞാനത് കണ്ടുപിടിക്കും. നിങ്ങളെല്ലാവരും ഇപ്പൊ ദീപക്കനെ കുറ്റപ്പെടുത്തിയല്ലോ. എന്നാൽ അടിവരയിട്ട് ഞാനൊരു കാര്യം പറയട്ടെ. ആ ക്യാഷ് കട്ടെടുത്തത് ഈ നിൽക്കുന്ന രാജുവ. രാജു അങ്ങനൊന്നും ചെയ്യില്ല. അത് നിനക്കെങ്ങനെ അറിയാടി? എനിക്കറിയാം ആരാ എടുത്തതെന്ന്. അതുവരെ ഒന്നും മിണ്ടാതിരുന്ന യാമിനി പറയുക, ചേച്ചി എന്തെങ്കിലും മുൻവൈരാഗ്യം ഉണ്ടെന്നും പറഞ്ഞ് ഇങ്ങനെ ആരെ ആക്ഷേപിക്കരുത്. അപ്പോൾ യാമിനിയും പറഞ്ഞു വരുന്നതേ പണമെടുത്തത് എൻ്റെ മകൻ ദീപക്കാണെന്നാണോ? അംബിക വീണ്ടും നാടകം കളിക്കാൻ തുടങ്ങി. രാജു പണം മോഷ്ടിച്ചത് എന്തിനാണെന്നും ആ പണം ഏത് വഴിക്ക് പോയതാണെന്നൊക്കെ ഞാനങ്ങോട്ട് പറയട്ടെ. അത് കേട്ട് രാജു ഞെട്ടിത്തെറിച്ചിങ്ങനെ നോക്കുവാണ് അംബികയെ. ഈ പെണ്ണുമ്പിള്ള എന്തോ കള്ളവായി പറഞ്ഞുകൊണ്ട് വരുന്നത്. അംബിക മാഡം, നിങ്ങൾ എന്തൊക്കെയായി പറഞ്ഞുകൊണ്ട് വരുന്നത്? ഞാൻ പറഞ്ഞു വരുന്നത് 100% സത്യമാടാ രാജു. ഇവൻ മോഷ്ടിച്ച പൈസ എവിടാ പോയതെന്ന് നിങ്ങളോട് ഞാൻ പറയാം. അതെ, ഇവൻ്റെ അളിയൻ ജയനില്ലേ ആ കടയിലേക്ക്. ഈ ജയൻ്റെ കടയിലെ ഒരു ഫയർ ആക്സിഡന്റ് ഉണ്ടായിരുന്നു. ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടമാണ് ഉണ്ടായത്. ആ പണം നൽകി ജയനെ രക്ഷിച്ചതേ രാജുവിൻ്റെ വീട്ടുകാരാ. നിങ്ങൾക്കെല്ലാവർക്കും അറിയാമല്ലോ, രാജുവിൻ്റെ വീട്ടിൽ പണം പൂക്കുന്ന മരമൊന്നും ഇല്ലല്ലോ. മേഡം എന്തൊക്കെയായി പറയുന്നത്? മേഡം എന്നെ ആവശ്യമില്ലാതെ തെറ്റിദ്ധരിക്കുവാണ്. ആ പണം നൽകിയത് രമ്യയാണ്. അതൊക്കെ ഞാൻ അറിഞ്ഞു. രമ്യ നൽകിയതേ വളരെ ചെറിയ ഒരു തുക. വലിയൊരു ബാധ്യതയാ ജയനുണ്ടായത്. ആ ബാധ്യത മുഴുക്ക തീർത്തതേ ഈ നിൽക്കുന്ന രാജുവാ. മേഡം എന്തൊക്കെയായി പറയുന്നത്? എന്ത് അനാവശ്യമായി പറയുന്നത്? മിണ്ടിപ്പോകരുത് നീ. ആ പണം എവിടേക്കാ പോയെന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായല്ലോ. ആ 10 ലക്ഷം മോഷ്ടിച്ചതേ ഇവൻ തന്നെയാ. കള്ളൻ, പേരും കള്ളൻ എന്നിങ്ങനെ അംബിക പറഞ്ഞ് രാജുവിനെ കള്ളനാക്കാൻ ശ്രമിക്കുമ്പോൾ അതുവരെ മിണ്ടാതെ നിന്ന് കേട്ടോണ്ടിരുന്ന പ്രതാപൻ പറയുക, രാജു കള്ളനല്ല. രാജുവിന് ഈ ജന്മം ഒരിക്കലും ഒരു കള്ളനാകാനും പറ്റില്ല. ഇനി അഥവാ രാജു പണം എടുത്താലും എനിക്കതിൽ യാതൊരു കുഴപ്പവുമില്ല. അംബികയുടെ പണി അവിടെ ഏറ്റില്ല. അംബിക പൊട്ടിക്കാൻ വെച്ച പടക്കം ചീറ്റിപ്പോയി. രാജു അവൻ എനിക്ക് അത്രയ്ക്കും പ്രിയപ്പെട്ടവന്. എൻ്റെ ഈ പണമെല്ലാം രാജുവിനും കൂടെ അവകാശപ്പെട്ടതാ. കാരണം ഞാൻ ഉണ്ടാക്കിയിരിക്കുന്ന ഈ സ്വത്തുക്കളുടെ എല്ലാം പിന്നിൽ രാജുവിൻ്റെ അധ്വാനവും കഷ്ടപ്പാടും ഉണ്ട്. ഇനി ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഞാൻ രാജുവിനെ അവിശ്വസിക്കത്തില്ല. ഒരാവശ്യം വന്നാൽ എന്നോട് പോലും പണം ചോദിക്കാത്ത ഇവൻ പണം അപഹരിച്ചു എന്ന് പറഞ്ഞാൽ ഞാൻ വിശ്വസിക്കത്തില്ല. അങ്ങനെ ഒരു മണ്ടനുമല്ല ഞാൻ.
പ്രതാപൻ്റെ ആ വാക്ക് കേട്ട് അംബികയും മോനും അങ്ങ് ചമ്മി വിളറി നാണിച്ച് നിൽക്കുന്നു. ബാക്കി എല്ലാവരും വലിയ സന്തോഷത്തോടെ ചിരിക്കുവാണ്. രാജു, നീ ഇതൊക്കെ അങ്ങ് മറന്നേക്ക്. ഇതൊക്കെ ജീവിതത്തിൻ്റെ പുതിയ പുതിയ അനുഭവങ്ങളാണെന്ന് മാത്രം വിചാരിച്ചാൽ മതി. എനിക്ക് നീ ഉള്ളതുപോലെ നിനക്ക് ഞാനില്ലേടാ രാജു. പ്രതാപൻ രാജുവിനെ ചേർത്ത് പിടിച്ചങ്ങനെ പറയുമ്പോൾ സന്തോഷവും ബഹുമാനവും കൊണ്ട് രാജുവിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകുവാണ്. നാണിച്ച് തരം താഴ്ന്നു നിൽക്കുന്ന അംബികയുടെ മോനോടും ഋതിക പറയുക, അച്ഛൻ പറഞ്ഞത് കേട്ടല്ലോ, ഇവിടെ ഇപ്പോൾ ഇനി ഒരു പ്രശ്നമില്ല. ആ കാണാതെ പോയ ക്യാഷേ ചെറിയച്ഛ നമുക്ക് കണ്ടുപിടിക്കണ്ടേ? എൻ്റെ മോളെ ചെകിട് നോക്കി 2 പെട കൊടുത്താ ഇപ്പം തന്നെ ചെറിയച്ഛൻ വേണമെങ്കിൽ പറയിക്കാം, തത്ത പറയിക്കുന്ന പോലെ. ഇനിയും അവിടെ നിന്നാൽ അടി കിട്ടുമോന്ന് പേടിച്ചിട്ടായിരിക്കും ദീപക്കും അംബികയും അങ്ങ് പോവുകയാണ്. ശേഖരൻ പറയുന്നുണ്ട്, ഇതിൻ്റെ എല്ലാ അണിയറ ശില്പികൾ ചേച്ചിയും ദീപക്കും തന്നെ, അതിൽ യാതൊരു സംശയവും. എത്ര വില കുറഞ്ഞ ഏർപ്പാടാ ചേച്ചി ഈ ദീപക്കിനെ കൊണ്ട് ചെയ്യിപ്പിക്കുന്നത് അല്ലേ ശേഖരേട്ടാ? ശേഖരൻ പറയുക, ഋതിയ മോളെ വേദനിപ്പിക്കണം, ഒറ്റപ്പെടുത്തണം. രാജുവിനെ എങ്ങനെങ്കിലും ഇവിടുന്ന് നാണം കെടുത്തി വെളിയിൽ അയക്കണം. അതിനുവേണ്ടി വെക്കുന്ന കെണികളായതൊക്കെ. അരിയാഹാരം കഴിക്കുന്നവർക്ക് മനസ്സിലാകത്തില്ലേ ഇതൊക്കെ ആരാ ചെയ്തതെന്ന്? ആ ക്യാഷ് എടുത്തിരിക്കുന്നതേ ദീപക്ക് തന്നെയാ ചെറിയച്ച. അമ്മായി അവനെ കൊണ്ട് ചെയ്യിപ്പിച്ചതായിരിക്കും. യാമിനി പറയുക, ക്യാഷ് എടുക്കാനായിട്ട് രാജു മുകളിലോട്ട് പോയപ്പോൾ അറിയാതെയാണെങ്കിലും ഞാൻ ചേച്ചിയും ദീപക്കനെ ഒന്ന് ശ്രദ്ധിച്ചിരുന്നു. അവരുടെ മുഖത്തെ ആ ഭാവം കണ്ടപ്പോഴേ എന്തോ ഒരു പന്തികേടുണ്ടെന്ന് എനിക്ക് അപ്പോഴേ സംശയം തോന്നിയതാ. എന്ത് ചെയ്യാനാ യാമിനി? ഒന്നാമതേ ആ ചെറുക്കൻ ചെറുപ്പം മുതലേ ക്രിമിനലാ. അവനെ നന്നാക്കുന്നതിന് പകരം ചേച്ചി അവനെ കൂടുതലും വഷളാക്കുക. രാജുവിൻ്റെ വീട്ടിൽ വന്ന ജയൻ്റെ അമ്മ കൊച്ചമ്മണിയെ എങ്ങനെങ്കിലും ഇവിടുന്ന് പറഞ്ഞു വിട്ടേ രക്ഷയുള്ളെന്നും പറഞ്ഞ് ജയൻ കൊച്ചമ്മണിയെ പിടിച്ച് പുറത്തോട്ട് വന്നിട്ട് പറയാ, അമ്മേ ഈ വീടൊരു അഗ്നിപർവ്വതമാ, എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കും. അമ്മ ഇവിടുന്ന് എളുപ്പം പൊയ്ക്കോണം. അതിനെന്താ പൊട്ടിട്ടടാ മോനെ? അത് പൊട്ടുമ്പോഴേ നമുക്കെല്ലാവർക്കും കൂടെ എന്തെങ്കിലുമൊക്കെ തമാശയൊക്കെ പറഞ്ഞുകൊണ്ടങ്ങ് സംസാരിച്ച് ചാകാമല്ലോ. ഇനി ഒന്നും അമ്മ പറയണ്ട, അമ്മ ഇവിടുന്ന് പോയാൽ മതി. എടാ എനിക്ക് മനസ്സിലായി, നീയേ ഇപ്പം നിന്റെ ഭാര്യയുടെ തലയണ മന്ത്രത്തിൽ ഇങ്ങനെ മയങ്ങിയാൻ കിടക്കുക. എൻ്റെ അമ്മേ, നിങ്ങളിവിടെ നടുക്കുന്നിങ്ങനെ കുത്തിത്തിരിപ്പുണ്ടാക്കാത്തതുകൊണ്ട് ഞാനും പ്രിയൻ സന്തോഷത്തോടാണ് കഴിയുന്നത്. എടാ മോനെ ജയ, നാട് മുഴുക്കാൻ നടന്ന് അടുക്കളപ്പണിയും വിഴുപ്പലക്കി എനിക്ക് വയ്യ മോനെ. ഞാൻ ഇവിടുന്ന് റെസ്റ്റ് എടുത്തോട്ടെ? റെസ്റ്റും വേണ്ട, ഒന്നും വേണ്ട. നിങ്ങളിവിടെ നിന്നാലേ എനിക്ക് നാണക്കേടാ. എന്തോന്ന് നാണക്കേട്? നീ നാണം കെട്ടി ഈ അച്ചി വീട്ടിൽ കഴിയുന്നില്ലേ? പിന്നെ നിന്നോടൊപ്പം ഞാനും അങ്ങ് നിൽക്കുന്നു. എടാ, മോൻ നിൽക്കുന്നിടത്താ അമ്മ നിൽക്കേണ്ടത്. നീ ഇവിടെയല്ലേ നിൽക്കുന്നത്, അപ്പം ഞാൻ ഇവിടെ നിൽക്കത്തുള്ളൂ. അത് മാത്രമല്ലടാ, ഞാനൊരു ലക്ഷ്യത്തോടാ വന്നിരിക്കുന്നത്. ലക്ഷ്യമോ? എന്തോന്ന് ലക്ഷ്യം? ആ മന്ത്രിപുത്രിയെ കൊണ്ട് ഞാൻ രാജുവിനെ കല്യാണം കഴിപ്പിക്കും. എന്നിട്ട് ആ മന്ത്രി മന്ദിരത്തിൽ ആ രാജകൊട്ടാരത്തിൽ പോയി ഞാൻ 2-3 ദിവസം താമസിക്കുകയും ചെയ്യും. അയ്യോ എടി പ്രിയേ, ഈ തള്ള നമുക്ക് പണിയുണ്ടാക്കുമല്ലോ. രമ്യയോട് നമ്മൾ എന്ത് പറയും? ഇതെങ്ങാണ് രമ്യ അറിഞ്ഞാൽ എന്താകും, എന്ത് പുകിലാകും നടക്കാൻ പോകുന്നത്. അപ്പോൾ ഫ്രണ്ട്സ്, ജയനവൻ്റെ അമ്മ എങ്ങനെ അവിടെ നിന്ന് ഓടിക്കാൻ പറ്റുമോ എന്നുള്ള ഐഡിയകൾ ഇങ്ങനെ നോക്കുവാണ്. രാജുവിൻ്റെ നിരപരാധിത്വം തെളിയിച്ച് ദീപക്കിൻ്റെയും അമ്മയുടെയും കള്ളത്തരം പൊളിച്ചെടുക്കുമെന്നുള്ള റിവ്യൂമായി നമുക്ക് നാളെ കാണാം. എൻ്റെ ഈ റിവ്യൂ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും കമൻസും, സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യണേ.